ആനന്ദ ഭാരതരത്ന ഡോക്ടർ എം എസ് സുബ്ബലക്ഷ്മി ഫെലോഷിപ്പിന് അർഹയായി. വയലിനിൽ ഈ ഫെലോഷിപ്പ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വ്യക്തിയും ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയുമാണ് ഗംഗാ ശശിധരൻ. മുംബൈയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പുല്ലാങ്കുഴൽ വിദഗ്ധൻ പത്മവിഭൂഷൺ ഹരിപ്രസാദ് ചൗരസിയിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങി. അച്ഛൻ ശശിധരൻ, അമ്മ കൃഷ്ണവേണി, സഹോദരൻ മഹേശ്വർ ഗുരുവായൂരാണ് സ്വദേശം. ഇപ്പോൾ അച്ഛന്റെ സ്വദേശമായ മലപ്പുറം ജില്ലയിലെ വെള്ളിയങ്കോടാണ് താമസിക്കുന്നത്. കുമാരി ഗംഗാ ശശിധരനെയും കുടുംബത്തെയും അവരുടെ ടീമിനെയും അന്ത്യനാട്ടപ്പന്റെ ഈ മണ്ണിലേക്ക് വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാ ഭക്തജനങ്ങൾക്കും വേണ്ടി, തിരുവുത്സവ കമ്മിറ്റിക്ക് വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏവരെയും സ്വാഗതം ചെയ്യുന്നതിനായി ദേവസ്വം സെക്രട്ടറി ബഹുമാനപ്പെട്ട വി.ഡി. സുരേന്ദ്രൻ നായർ അവരുകളെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ശംഭോ മഹാദേവ. നമ്മുടെ തിരുവുത്സവത്തിന്റെ 4ാം ദിവസമായ ഇന്ന് തിരുവുത്സവത്തിന് മാറ്റുകൂട്ടുവാൻ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള കുമാരി ഗംഗാ ശശിധരൻ അവതരിപ്പിക്കുന്ന ഗംഗാ തരംഗം അല്പസമയത്തിനുള്ളിൽ ഈ രംഗവേദിയിൽ ആരംഭിക്കുകയാണ്. നമുക്കറിയാം, ക്ഷേത്രോത്സവത്തിന് ഇത്തരത്തിലുള്ള ക്ഷേത്ര കലകൾ അവതരിപ്പിക്കുന്നതോടുകൂടി അതിൻ്റെ പവിത്രതയും ആചാര അനുഷ്ഠാനങ്ങളും പാലിച്ചുകൊണ്ടുള്ള ഒരു ആചാര രീതിയാണ് ഇതുപോലുള്ള കച്ചേരികൾ. ഈ കച്ചേരിയിൽ സംബന്ധിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട അതിഥികൾക്കും ഗംഗാ ശശിധരനും പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. സോഷ്യൽ മീഡിയയിലൂടെ ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സുകൾ കീഴടക്കിയ വയലിൻ മാന്ത്രിക ഗംഗാമോൾ തിരുവുത്സവത്തിന് മാറ്റുകൂട്ടുവാൻ ശ്രീ മഹാദേവന്റെ തിരുസന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ചെറുപ്പത്തിൽ തന്നെ എണ്ണമറ്റ കച്ചേരികൾ അവതരിപ്പിച്ച് രാജ്യത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയയായ കലാകാരിയാണ് ഗംഗ. വയലിനിൽ അത്ഭുത പക്വതയും അതുല്യമായ ഭാവധാരയും കൊണ്ട് പ്രശസ്തയാണ്. ഭക്തിയും സംഗീതവും ഒരുമിക്കുന്ന ഒരു ദിവ്യാനുഭവമാണ് ഇനി നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്. നമുക്ക് കേരളത്തിന്റെ വയലിൻ അത്ഭുതമായ ഗംഗാ ശശിധരനെ ഏറെ സ്നേഹത്തോടെയും അഭിമാനത്തോടു കൂടിയും ശ്രീ മഹാദേവന്റെ തിരുസന്നിധിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇത്തരത്തിലുള്ള ഒരു കലാപരിപാടി വൻ വിജയമാക്കി തീർക്കുവാൻ അതിന് പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളെയും നാം സ്മരിക്കേണ്ടതുണ്ട്. തകിൽ അവതരിപ്പിക്കുന്നത് ശ്രീ തൃപ്പൂണിത്തുറ ശ്രീകുമാർ. ശ്രീ തൃപ്പൂണിത്തുറ ശ്രീകുമാറിനെ ഏറെ ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഘടം ശ്രീ മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക്, ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കീബോർഡ് സുനി ലാൽ ചേർത്തല, അദ്ദേഹത്തെയും ഏറെ ആദരവോടുകൂടി ക്ഷമിക്കണം, കീബോർഡ് അർജുൻ തിരുവനന്തപുരമാണ്. അദ്ദേഹത്തെയും ഏറെ സന്തോഷപൂർവ്വം ഈ യോഗത്തിലേക്ക്, ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി റിഥം പാട് ആണ് വൈക്കം വിജയകുമാർ. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
മറ്റൊരു പ്രധാന ബേസ് ഗിത്താർ ജാക്സൺ എറണാകുളം, അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഈ കലാപരിപാടി ഇവിടെ അവതരിപ്പിക്കുവാൻ സ്പോൺസറായി നമ്മൾ വന്നിട്ടുള്ളത് ഒരു വിശിഷ്ട വ്യക്തിയാണ്. അദ്ദേഹം ഡിമാക്സ് ഹോം സിനിമാസിന്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ് ശ്രീ ആർ രാജീവ്. അദ്ദേഹത്തെ ഏറെ സന്തോഷത്തോടു കൂടി ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഒട്ടേറെ വിശിഷ്ട വ്യക്തികൾ നമ്മുടെ ഈ വേദിയിലുണ്ട്. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് ഏറെ പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാം ഈ ചടങ്ങിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നീട് നമ്മുടെ ഗംഗയുടെ പിതാവ് ശ്രീ ശശിധരൻ, അദ്ദേഹത്തിനെ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തെയും ഏറെ സന്തോഷത്തോടുകൂടും ഈ ചടങ്ങിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ഭക്തജനങ്ങളാണ്. ഏതൊരു പ്രോഗ്രാമും ഒരു വൻ വിജയമാക്കി തീർക്കുവാൻ ഭക്തജനങ്ങൾക്ക് മാത്രമേ കഴിയൂ. ധാരാളം ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിലും പരിസര പ്രദേശത്തിലുമായി ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഈ ഒരു മഹത്തായ ഈ ഒരു ചടങ്ങ് ഭംഗിയാക്കി തീർക്കുവാൻ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരെയും ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി വയലിൻ മാന്ത്രിക കുമാരി ഗംഗാ ശശിധരനുള്ള ആദരവാണ്. അതിനായി ഈ പരിപാടി വഴിപാടായി ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത് ഡിമാക്സ് ഹോം സിനിമാസ് ആണ്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഹോം തിയേറ്റർ നിർമ്മാണ രംഗത്ത് കേരളത്തിലെ മുൻനിര കമ്പനികളിൽ ഒന്നായി മാറിയിരിക്കുന്ന സ്ഥാപനമാണ് ഡിമാക്സ് സിനിമാസ്. ഡിമാക്സ് സിനിമാസിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ആർ രജീഷിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വളരെ ആദരവോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുമാരി ഗംഗാ ശശിധരന് വേണ്ടി ആദരിക്കുന്നതിനായി ദേവസ്വം പ്രസിഡന്റ് ശ്രീ KS പ്രവീൺ കുമാർ അവറുകളെ ആദരവോടെ ക്ഷണിക്കുന്നു. ഡിമാക്സ് ഹോം സിനിമാസിന്റെ ആദരവ് നൽകുന്നതിനായി ഡിമാക്സ് ഹോം സിനിമാസ് MD ശ്രീ ആർ രജീഷിനെയും കുടുംബത്തിനെയും സ്വാഗതം ചെയ്യുന്നു. ഡിമാക്സ് ഹോം സിനിമാസ് MD ശ്രീ രജീഷിനെയും ഫാമിലിയെയും തിരുവുത്സവ കമ്മിറ്റിക്ക് വേണ്ടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു. അടുത്തത് ഒരാദരവാണ്. ബഹുമാനപ്പെട്ട ശ്രീ രമേശ് കിടങ്ങൂർ അവറുകൾക്കുള്ള ആദരവാണ്. അന്തീനാട് മഹാദേവ ക്ഷേത്രോത്സവ കമ്മിറ്റിക്ക് വേണ്ടി ശ്രീ രമേശ് കിടങ്ങൂർ അവറുകളെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ ഷാളണിയിച്ച് സ്വീകരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ദേവസ്വം വൈസ് പ്രസിഡന്റ് ബിജു ആർ നായർ പാർപ്രതാവകളെ ക്ഷണിക്കുന്നു. ശ്രീ രമേശ് കിടങ്ങൂർ അവറുകൾക്കായി ശ്രീ രമേശ് കിടങ്ങൂർ അവറുകൾക്ക് മെമന്റോ നൽകുന്നതിനായി കരയോഗം സെക്രട്ടറി ശ്രീ PK മാധവൻ നായർ അവറുകളെ സാദരം ക്ഷണിക്കുന്നു. നമ്മളുടെ കലാപരിപാടി ഉടൻ തന്നെ ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട വയലിൻ മാന്ത്രിക ഒരു
ആദരവ് കൂടി ഗംഗക്കുട്ടിക്ക് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട ഷോൺ ജോർജ്, മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. അതോടൊപ്പം നമ്മളുടെ എല്ലാം ഏറെ പ്രിയപ്പെട്ട ചലച്ചിത്രകാരൻ ജഗതി ശ്രീകുമാർ അവരുടെ മകളും ആയിട്ടുള്ള ശ്രീ പാർവതി ഷോൺ ജോർജും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരും ഗംഗയെ ആദരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഗംഗാ തരംഗം വയലിൻ ഫ്യൂഷൻ ഇവിടെ ആരംഭിക്കുകയാണ്.